പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷൈജു ജോർജ്. ഓക്കെ, പ്രിയ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കളർ കണ്ടിരുന്നു, സ്വർണ്ണ കളർ, ദൈവസ്നേഹത്തെയും സ്വർഗത്തെയും കുറിക്കുന്ന. ഇന്ന് നാം കാണാൻ പോകുന്നത് പച്ച കളറിനെ കുറിച്ചാണ്. പച്ച കളർ സൃഷ്ടിയെ കുറിക്കുന്നു. അതെ, നാം ഈ ലോകത്തിൽ വസിക്കുന്നു, മനോഹരമായ ലോകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാവുന്ന ഏതൊക്കെ കളറാണ്? പച്ച നിറം. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, ഈ ലോകം തന്നെ ഉണ്ടായതല്ല, ഇത് സ്രഷ്ടാവായ ദൈവം നിർമ്മിച്ചതാണ്. എത്ര ദിവസം കണ്ടാണ് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്? ഏതെല്ലാം ദിവസം എന്തെല്ലാം സൃഷ്ടിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മുമ്പോട്ട് കേൾക്കാം. പ്രിയജനമേ, ഓർത്തിരിക്കുക, പച്ച കളർ സൃഷ്ടിയെ കുറിക്കുന്നു. ഹൂ ഈസ് ഗോഡ്? ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. എത്ര പേർക്ക് ഗോഡ് എന്നുള്ള വാക്കിൻ്റെ ഫുൾ ഫോം അറിയാം? ഇങ്ങനെയാണ് പറയുന്നത്. ഗോഡ് എന്നുള്ള വാക്കിൻ്റെ ഫുൾ ഫോം G ഫോർ ജനറേറ്റർ, O ഫോർ ഓപ്പറേറ്റർ, D ഫോർ ഡിസ്ട്രോയർ. അപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ്, പ്രൊഡ്യൂസർ, ക്രിയേറ്റർ. ഈ ലോകത്തെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് വേദപുസ്തകത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് തന്നെ ഒരു സൃഷ്ടാവായിട്ടാണ്. അപ്പോൾ ഈ ആകാശവും നാം കാണുന്ന ഭൂമിയും സമുദ്രവും എല്ലാ ചരാചരങ്ങളെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്, പ്രവർത്തിപ്പിക്കുന്നവൻ. നോക്കി, നമ്മുടെ ഫാനുകൾ ഓടുന്നു, ലൈറ്റ് കത്തുന്നു, മൈക്ക് പ്രവർത്തിക്കുന്നു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇതിന് പിന്നീട് അദൃശ്യ ശക്തിയായ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നതുകൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ആർക്കും കാണാൻ കഴിയുമോ? ഇല്ല. അതുപോലെ ദൈവത്തെ നമുക്ക് ഈ മാനുഷിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം സർവ്വവ്യാപിയാണ്, ഓംനി പ്രസൻ്റ് ആണ്. ദൈവം എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ലങ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ജീവനോടെ ആയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവം എല്ലാത്തിനും നിയന്ത്രിക്കുന്നു. അല്ലെങ്കിൽ എത്രയോ സുനാമികൾ വരാം, എത്രയോ ഭൂകമ്പങ്ങൾ വരാം, എത്രയോ ആക്സിഡൻറ്റുകൾ വരാം. നമ്മുടെ യാത്രയിൽ നമ്മളെ സുരക്ഷിതമായി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഓരോ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഡിസ്ട്രോയർ എന്നാണ് അർത്ഥം. ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുവാനും അധികാരമുള്ളവൻ. വേദപുസ്തകത്തിലെ വചനമുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, അതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവ പാപികളെ നശിപ്പിക്കുവാൻ അധികാരമുള്ളവരാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം സൃഷ്ടിയുടെ കഥ. 1-ാമത്തെ ദിവസം ദൈവം എന്ത് സൃഷ്ടിച്ചു നോക്കിയാൽ, ആദ്യയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ച് പാഴും ശൂന്യമായിരുന്നു, ഇരുളായിരുന്നു. 1-ാമത്തെ ദിവസം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം നല്ലതെന്ന് കണ്ടു, വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേര് കൊടുത്തു. ദ ഫസ്റ്റ് ഡേ ഗോഡ് ക്രിയേറ്റഡ് ഡേ ആൻഡ് നൈറ്റ്. പിന്നെ സന്ധ്യ ഉഷസ്സായി. 2-ാമത്തെ ദിവസം ദൈവം വെള്ളമൊക്കെ ഒരു സ്ഥലത്ത് കൂടിച്ചേരട്ടെ, മേളിലൊരു വിധാനം ഉണ്ടാകട്ടെ എന്നല്ല ചെയ്തു. അപ്പോൾ സ്കൈനെയും സീനെയും ദൈവം സെപ്പറേറ്റ് ചെയ്തു. 2-ാമത്തെ ദിവസം സ്കൈ ആൻഡ് സീ ആക്ഷൻ പറയുകയാണെങ്കിൽ. 3-ാമത്തെ ദിവസം ദൈവം ഉണങ്ങിയ നിലം കാണപ്പെടട്ടെ എന്ന് അരുളി ചെയ്തു. അങ്ങനെ അതിൽ പുല്ലും സസ്യലതാദികൾ, വൃക്ഷങ്ങളൊക്കെ, ഫലങ്ങളൊക്കെ കായ്ക്കുന്ന വൃക്ഷങ്ങളൊക്കെ മുളച്ചു വരട്ടെ എന്ന് അരുളി ചെയ്തു. സോ തേർഡ് ഡേ ഗോഡ് ക്രിയേറ്റഡ് ലാൻഡ് ആൻഡ് ട്രീസ്. 7 ഭൂഖണ്ഡങ്ങൾ, അതുപോലെ ഒത്തിരി ദ്വീപുകൾ, അതുപോലെ സസ്യലതാദികളെ, നമുക്ക് മനുഷ്യന് ആഹാരത്തിന് ആവശ്യമായ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ദൈവം 3-ാമത്തെ ദിവസം സൃഷ്ടിച്ചു മനുഷ്യന് വേണ്ടി. 4-ാമത്തെ ദിവസവും 1-ാമത്തെ ദിവസവും ബന്ധമുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ആണ് ദൈവം സൃഷ്ടിക്കുന്നത്. സോ ഫോർത്ത് ഡേക്ക് വേണ്ടി വലിയൊരു ലൈറ്റ്, അതാണ് സൂര്യൻ. അതുപോലെ നൈറ്റിന് വേണ്ടി മൂൺ ആൻഡ് സ്റ്റാർസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ പോലെ പകലിന് വേണ്ടി സൂര്യനെയും രാത്രിക്ക് വേണ്ടി ചന്ദ്രൻ നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. 2-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും തമ്മിൽ ബന്ധമുണ്ട്. 2-ാമത്തെ ദിവസം ദൈവം ശൂന്യമായ ആകാശവും കടലുമാണ് സൃഷ്ടിച്ചിരുന്നത്. അവിടെ ഒരു ജീവജാലങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം 5-ാമത്തെ ദിവസം ശൂന്യമായ ആകാശത്തിൽ പക്ഷികൾ പറക്കട്ടെ, സമുദ്രത്തിൽ ജലജന്തുക്കളാൽ അവ നിറയപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷികളെയും ജലജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു, ബേർഡ്സ് ആൻഡ് ഫിഷസ്. ഇനി 3-ാമത്തെ ദിവസവും 6th ഡേയും തമ്മിൽ റിലേറ്റഡ് ആണ്. Third day God created empty land and trees. There was no any living creatures. അവിടെ ജീവജാലങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ 6-ാമത്തെ ദിവസം കരയിൽ വാഴുന്ന മൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടാകട്ടെ എന്നല്ല ചെയ്തു. എല്ലാ പ്രാണികളെ, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, അനിമൽസ്, ഇതിനെയൊക്കെ ദൈവം കരയിൽ വാഴുന്ന മൃഗങ്ങളെയെല്ലാം ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം താഴത്തെ മണ്ണെടുത്ത് ദൈവം തൻ്റെ സ്വരൂപത്തിൽ ആദ്യ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി
അവൻ്റെ ഭാര്യയിൽ അവന് ഗാഠനിദ്ര വരുത്തി അവൻ്റെ ഭാര്യയിൽ നിന്നൊരു സ്ത്രീയെ സൃഷ്ടിച്ചു. അതാണ് ഹവ്വ. ഇവരെ ദൈവം ഏദേൻ തോട്ടത്തിലാക്കി. അത് 7ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? ഒരു ജോലിയും ചെയ്തില്ല. അന്നത്തെ ദിവസം ദൈവം വിശ്രമിച്ചു. ആ ദിവസത്തിൻ്റെ പ്രത്യേകത, ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, ആ ദിവസത്തെ ദൈവം വിശദീകരിച്ചു. സെറ്റ് അപ്പാർട്ട്. എന്തിനാ ആ ദിവസത്തെ വേർതിരിച്ചതെന്ന് പറഞ്ഞാൽ, സ്രഷ്ടാവ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ജ്ഞാപകമായി ആ ദിവസത്തിന് സബത്ത് ഡേ എന്നാണ് പേര് കൊടുത്തത്. സൃഷ്ടാവ് ദൈവത്തെ മനുഷ്യൻ ആരാധിക്കുവാൻ, നന്മകൾ ചെയ്യുവാൻ, വിശ്രമിക്കുവാനായിട്ട്. 6 ദിവസം വേല ചെയ്യുക, 7ാമത്തെ ദിവസം വിശ്രമിക്കാനാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അന്ന് വിശുദ്ധ സഭായോഗം കൂടേണ്ടതിനായിട്ട് ദൈവം 7ാമത്തെ ദിവസം സൃഷ്ടിച്ചു. ഇതാണ് സൃഷ്ടിയുടെ കഥ. ഇനി നമുക്കൊരു സുന്ദരമായ ആക്ഷൻ സോങ് സൃഷ്ടിയെക്കുറിച്ച് കേട്ടാലോ? ഒരു നിമിഷം. എൻ്റെ ഭാര്യ ബിനുവിനെയും എൻ്റെ എസ്തർ മോളെയും ഞാനിപ്പോൾ ക്ഷണിക്കുകയാണ്. കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് സൃഷ്ടിയെക്കുറിച്ചുള്ള മനോഹരമായൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഒരു മലയാളം ആക്ഷൻ സോങ് നമുക്ക് കേൾക്കാം. ആർ യു റെഡി? ഓക്കെ. ഈ വാനം നിറയെ താരങ്ങൾ, 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 ഈ വാനം നിറയെ താരങ്ങൾ, മിന്നം താരങ്ങൾ. ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. ഈ വാനം നിറയെ താരങ്ങൾ, മിന്നം താരങ്ങൾ. ഈ പ്രകൃതി നിറയെ പുഷ്പങ്ങൾ, പുഷ്പങ്ങൾ, പുഷ്പങ്ങൾ. ഈ പ്രകൃതി നിറയെ പുഷ്പങ്ങൾ, വർണ്ണ പുഷ്പങ്ങൾ. ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. കുഞ്ഞെ, ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. ഈ വാനം നിറയെ പുഷ്പങ്ങൾ, വർണ്ണ പുഷ്പങ്ങൾ. ഈ വാനം നിറയെ പറവകൾ, പറവകൾ, പറവകൾ. ഈ വാനം നിറയെ പറവകൾ, പറക്കും പറവകൾ. ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. ഈ വാനം നിറയെ പറവകൾ, പറക്കും പറവകൾ. ഈ സമുദ്രം നിറയെ മത്സ്യങ്ങൾ, മത്സ്യങ്ങൾ, മത്സ്യങ്ങൾ. ഈ സമുദ്രം നിറയെ മത്സ്യങ്ങൾ, നീന്തും മത്സ്യങ്ങൾ. ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. ഇതാര് നിർമ്മിച്ചു? ദൈവം നിർമ്മിച്ചു. ഈ സമുദ്രം നിറയെ നീന്തും മത്സ്യങ്ങൾ. ഈ ഹൃദയം നിറയെ സന്തോഷം, സന്തോഷം, സന്തോഷം. ഈ ഹൃദയം നിറയെ സന്തോഷം, ആത്മസന്തോഷം. ഇതാര് നൽകുന്നു? ദൈവം നൽകുന്നു. ഇതാര് നൽകുന്നു? ദൈവം നൽകുന്നു. ഈ ഹൃദയം നിറയെ സന്തോഷം, ആത്മസന്തോഷം. ഈ ഹൃദയം നിറയെ സന്തോഷം, ആത്മസന്തോഷം. താങ്ക് യു. കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാ ജോണി ദാ വീണ്ടും വന്നിരിക്കുന്നു. ജോണി, എല്ലാ കൂട്ടുകാർക്കും ഒരു ഹായ് പറഞ്ഞേ. വെരി ഗുഡ്. ഓക്കെ ജോണി, നമ്മളെല്ലാം ആരെ സൃഷ്ടിച്ചേ? ദൈവത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഗോഡിന്റെ ഫുൾ ഫോം നിനക്കറിയോ? പറഞ്ഞേ എന്തൊക്കെയാ? G for generator, O for operator, D for destroyer. ഓക്കെ, ഡിക്ക് വേറെ ഒരു ഫുൾ ഫോം ഉണ്ട് പുതിയ നിയമത്തിൽ. എന്താണ്? ഡെലിവറർ. അതെ, യേശു എന്ന പേരിൻ്റെ അർത്ഥം തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ. യേശുവിനോട് നമ്മൾ പാപക്ഷമ ചോദിച്ചാൽ നമ്മൾ ആ ആപത്തിലും അനർത്ഥത്തിലും അവൻ്റെ വാക്തത്വമാണ്, ആപത്ത് കാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ നമ്മളെ വിടുവിക്കുന്നവനാണ് യേശു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സൃഷ്ടിയെക്കുറിച്ചുള്ള കഥ നമ്മൾ പറഞ്ഞു കൊടുത്തു. അതുപോലെ നല്ലൊരു ആക്ഷൻ സോങ് കേൾപ്പിച്ചു. നമ്മൾ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച എന്തിനാ? ദൈവത്തെ സ്തുതിക്കാൻ. നമ്മൾ മനുഷ്യർ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് കേൾപ്പിക്കാവും? രാവിലെ 5 മണിക്ക് കൃത്യം 5 o'clock എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിയുണ്ട്. അതാരാ? പൂങ്കോഴി. പൂങ്കോഴി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേൾപ്പിച്ചേ. ദൈവമേ, ഇന്നത്തെ പ്രഭാതത്തിനായി നന്ദി, താങ്ക് യു ലോർഡ് ഫോർ ദിസ് ന്യൂ ഡേ എന്ന് പറഞ്ഞ് 5 മണിക്ക് ആകാശത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ നമ്മളും രാവിലെ പ്രഭാതത്തിൽ ദൈവത്തെ എഴുന്നേറ്റ് സ്തുതിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറയുന്നത്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഏതൊക്കെ ജീവികളാണ് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ കാക്കകൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എങ്ങനെയാ? കാണാൻ ഭംഗിയില്ല, ശബ്ദം നല്ലതല്ല, എങ്കിലും അവ സ്രഷ്ടാ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. വേദോസ്തലൊരു കാര്യം പറയുന്നുണ്ട്, അവൻ കരിയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ഭോജനം കൊടുക്കുന്നു.
തന്നിരിക്കുന്നു. അപ്പോൾ ഈ ജീവജാലങ്ങളൊക്കെ അവരുടെ വാ തുറക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് ദൈവം അവർക്ക് ആവശ്യമായ ഭക്ഷണം, നന്മകൾ കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നോ പ്രയർ നോ പവർ, മോർ പ്രയർ മോർ പവർ. അതെ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശക്തി ഉണ്ടാകത്തില്ല. കൂടുതൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ശക്തിയും കൂടുതൽ അനുഗ്രഹങ്ങളും ദൈവം തരുന്നു. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ? പ്രയർലെസ് ക്രിസ്ത്യൻ ഈസ് എ പവർലെസ് ക്രിസ്ത്യൻ. പ്രയർലെസ് ക്രിസ്ത്യൻ ഈസ് എ പവർലെസ് ക്രിസ്ത്യൻ. അപ്പോൾ ഒരു നല്ല ക്രിസ്ത്യാനി ശക്തിഹീനനായിരിക്കണമെങ്കിൽ, ശക്തിയുള്ളവനായിരിക്കണമെങ്കിൽ എന്നും പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ കൂട്ടുകാർക്ക് കേൾപ്പിച്ചേ. കാട്ടിലെ രാജാവാരാ? ലയൺ. എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നേ? അല്ല, അങ്ങനെ അല്ല. നീ ഏതിൻ്റെ വെച്ചാൽ കേൾപ്പിച്ചേ? ആ, നമ്മൾ പറഞ്ഞു കേൾപ്പിക്കണ്ടേ ലയൻ്റെ. ആ, പറഞ്ഞേ. ഞാൻ പറയാം. ഞാനേ സൂലൊക്കെ പോയി ഒത്തിരി ദിവസമായി, മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് എന്നെ മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എലിഫാൻറ്റിൻ്റെ കേൾപ്പിച്ചേ. വെരി ഗുഡ്. ടൈഗർ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആ, ഇനി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ദൈവത്തെ എങ്ങനെ സ്തുതിക്കുന്നത് കേൾപ്പിക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പൂച്ച എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ? പൂച്ചയുടെ ഭാഷ എന്താ? ഹിന്ദി. പൂച്ച എന്താ പറയുന്നേ? മേ ആവൂ എന്നാ പറയുന്നത്. ഞാൻ നിൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന്. പക്ഷേ പൂച്ചയ്ക്ക് വരാൻ പെർമിഷൻ ഉണ്ടെങ്കിലും അവൻ്റെ കൃപാസനത്തിലേക്ക് നമ്മൾ കൈവർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ അതെ അധികാരം നേടുന്നുണ്ട് അല്ലേ? അപ്പാ പിതാവിനെ വിളിക്കാനുള്ള പുത്രത്തിൻ്റെ അവകാശം നമുക്ക് യേശുവിലൂടെ ദൈവം തന്നിരിക്കുന്നു. ഏത് സമയത്തും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വരാം. പിന്നെ പട്ടിയും ദൈവത്തെ സ്തുതിക്കാറുണ്ട് അല്ലേ? യേശു ജനിച്ചപ്പോൾ ആ വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. മറിയത്തോട് ചോദിച്ചു, കുഞ്ഞാവ് യേശു കരഞ്ഞ ഒച്ച എങ്ങനെയാണ് കേൾപ്പിച്ചേ? ആ, യേശു കരഞ്ഞപ്പോൾ അവിടെ വന്നിട്ട് ചോദിച്ചു, ആരാ കരയണേ? അപ്പം മറിയം പറഞ്ഞു, ദൈവപുത്രൻ. അപ്പോൾ അടുത്ത ചോദ്യം, വായ് എന്തിനാ കരയുന്നതെന്ന്. അപ്പം മറിയം പറഞ്ഞു, തണുപ്പ് കൊണ്ടാണ്. പിന്നെയും ചോദിക്കുക, വായ് യേശു എന്തിനാ ജനിച്ചത്? അപ്പം മറിയം പറഞ്ഞു, ടു സേവ് ദ സിന്നേഴ്സ്. യേശു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ. പിന്നെയും ചോദിക്കുക യേശു എന്തിനാ വന്നതെന്ന്. അപ്പോൾ മറിയം പറഞ്ഞു, എന്തിനാ വന്നേ? ഹീൽ ദ സിക്ക് പീപ്പിൾ, രോഗികളെ സൗഖ്യമാക്കാൻ. പിന്നെയോ കാണാതെ കണ്ടെത്താൻ. പിന്നെയോ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ. യേശുവിന് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെയോ പിന്നെന്തിനാ? ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ എത്ര യേശു വന്നത്. പിന്നെ എന്തിനാ യേശു വന്നത്? ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ. അപ്പോഴും പിന്നെയും കുഞ്ഞു യേശു കരയുക. അപ്പോൾ ആട്ടുകുട്ടികളൊക്കെ ആ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു. കാരണം യേശു പുൽത്തൊഴുത്തിലല്ലേ ജനിച്ചേ. അവ വന്ന് മറിയത്തോട് എന്താ പറഞ്ഞു? അമ്മേന്ന് പറഞ്ഞ് മറിയത്തെ സ്തുതിച്ചു. കാരണം കന്യകയായ മറിയം ഇപ്പോൾ ദൈവപുത്രൻ്റെ മാതാവായി ഇത്രയും ഗ്രേറ്റ് ഒരു അമ്മയായി മാറാൻ, അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ അമ്മയായി മാറാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ. അപ്പോൾ ആടിൻ്റെ ഭാഷ എന്നതാ? ആടെന്താ പറയുന്നത്? അമ്മേന്നാ വിളിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ പെൺകുട്ടികളെ എങ്ങനെ നാണിക്കുന്നത് കാണിച്ചേ. ഇന്ന് ഈ കൂട്ടുകാർക്ക് ഒരു നല്ല വചനം പറഞ്ഞു കൊടുക്കാം. ക്രിയേഷൻ സംബന്ധമായിട്ട് സങ്കീർത്തനം 103 ഒരു മനോഹരമായ വചനമുണ്ട്. ജോണിക്കറിയാം? എനിക്കറിയാം. എന്നാ പറഞ്ഞേ. യഹോവ തന്നെ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, നാം അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. വെരി ഗുഡ്. സങ്കീർത്തനം 103 പറയുന്നു, യഹോവ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നോ ദാറ്റ് ദ ലോർഡ് ഈസ് ഗോഡ്. വൈ? He made us. അവൻ നമ്മളെ ഉണ്ടാക്കിയവൻ നമ്മുടെ സൃഷ്ടാവാണ്. We are belongs to him. We are belongs to him എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെതാണ്. അവൻ നമ്മുടെ സ്വർഗീയ പിതാവാണ്, നമ്മൾ അവൻ്റെ മക്കളാണ്. We are his children, God is our heavenly Father. പിന്നെ പറയുന്നു, We are his sheep in the pasture. നമ്മൾ അവൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളാണ്. അപ്പോൾ ദൈവം നമ്മുടെ ആരാണ്? അതുപോലെ പറയുന്നു, നാം അവൻ്റെ ജനം എന്ന് പറയുമ്പോൾ ഹിന്ദി ബൈബിളിൽ പറയുന്നു ഹം ഉസ്കി പ്രജ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ആരാണ്? അപ്പോൾ യഹോവ എന്തുകൊണ്ടാണ് ദൈവം? അവൻ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടും, നമ്മുടെ സ്വർഗീയ പിതാവായതുകൊണ്ടും, നമ്മുടെ രാജാവായതുകൊണ്ടും, നമ്മുടെ നല്ല ഇടയനായതുകൊണ്ടും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ നല്ല ആടുകളായി അവനെ അനുഗമിച്ചാൽ നമുക്ക് ഒന്നിനും മുട്ടുണ്ടാകില്ല. സംഗീതം 23:1 എന്താ പറയുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഈ മുട്ടിൻ്റെ കാര്യമല്ല, ബുദ്ധിമുട്ടിൻ്റെ കാര്യം. അപ്പോൾ പറഞ്ഞേ, ഒരിക്കൽ കൂടി വചനം പറഞ്ഞു കൊടുത്ത കുഞ്ഞുങ്ങളൊക്കെ. കുഞ്ഞുങ്ങളെല്ലാവരും പറയണേ. നിങ്ങളൊന്ന് ഒച്ച പറയണം കേട്ടോ കുഞ്ഞുങ്ങളെ. യഹോവ തന്നെ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ
അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. സങ്കീർത്തനം 100:3. വെരി ഗുഡ്. സങ്കീർത്തനം 103 എല്ലാവരും ഇന്ന് മെമ്മറൈസ് ചെയ്യണം. അടുത്ത ആഴ്ച നിങ്ങൾ കാണുന്നത് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയമായി ജോണി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ബൈ പറഞ്ഞേ. കൂട്ടുകാരി, ശബത്തിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ മറക്കരുത്. ശബത്ത് ദിവസം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അന്ന് വിശ്രമിക്കുകയും ചെയ്യണം, ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. അപ്പോൾ എന്നും പ്രാർത്ഥിക്കണം. ഓക്കെ, ബൈബിൾ വായിക്കണം. എല്ലാവർക്കും ബൈ ബൈ, സീ യു.